മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് 2ാം പാദവാർഷിക പരീക്ഷ സമ്മറ്റീവ് അസസ്മെൻറ്റ് ടേം 2 ചോദ്യപേപ്പറും അതിൻ്റെ വിശദമായ ഉത്തരങ്ങളാണ് സാറ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 6 പ്രവർത്തനങ്ങളുള്ളത്, 6 നമുക്ക് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നക്കറഉൽ ഹിക്കായ വനുജീബൻ ലസ്ഇല. ഈ ഹിക്കായ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുന്ന മക്കൾ, ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് 6ാം ക്ലാസ്സിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും നമ്മുടെ ഈ ചാനലിൽ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കൾ അത് പോയി നോക്കിയാൽ ക്ലാസ്സുകളൊക്കെ ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചെയ്യാം. എന്താ നമുക്ക് വായിക്കാം. യജിരി മെഹറജാനിൽ ഫുനൂന് ഫിൽ മദ്രസ. സ്കൂളിൽ കലോത്സവം നടക്കുകയാണ്. ഷാറക്ക തുഫൈൽ ഫി മുസാബക്കത്തിൽ മുസാഅല. തുഫൈൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. ബാദ തസ്ജീൽ, രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജലസ അല മഖ്അദിഹി, സീറ്റിലിരുന്നു. ഷാറക്ക മാഹു കസീറു മിന ദാരിസീൻ, ധാരാളം കുട്ടികൾ അവനോട് പങ്കെടുത്തു. ജാ മുഖദ്ദിമുൽ മുസാബക്ക, ക്വിസ് മാസ്റ്റർ വന്നു. ബദഅത്തിൽ മുസായില, ക്വിസ് തുടങ്ങി. ഫാസ തുഫൈൽ ബിദ്ദുറജത്തിൽ ഊല, തുഫൈലിന് 1ാം സ്ഥാനം കിട്ടി. ഫസാറ മസ്റൂറൻ ജിദ്ദൻ, അപ്പോൾ അവൻ ഹാപ്പിയായി എന്നാണ് കേട്ടോ. എന്താണ് ചോദ്യം? ഫി അയ്യ മുസാബക്കത്തിന് ഷാറക്ക തുഫൈൽ. തുഫൈൽ ഏത് മത്സരത്തിനാണ് പങ്കെടുത്തത്? മുസാബക്കത്തിൽ മുസായല, കിസ് മത്സരം അല്ലേ, അതാണ് 1. മൻ ഫാസ ബിദ്ദറജത്തുൽ 1ാം സ്ഥാനം കിട്ടിയത് ആരാണ്? തുഫൈൽ അല്ലേ, അതാണ് 2. ലിമ സാറം തുഫൈൽ മസ്റൂറ, എന്തിനാണ് തുഫൈൽ സന്തോഷവാനായത്? അത് ഇങ്ങനെ ഫുള്ള് എഴുതാം. ഫാസ തുഫൈൽ ബിദ്ദറജത്തുൽ ഫസാറ മസ്റൂറൻ 3. ഓക്കെ. ഇനി അടുത്ത അതിൽ ബ നഖ്താറുൽ അജ്വിബത്ത് സ്വഹീഹ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. മുഅല്ലിഫു കിതാബുൽ മുഖദ്ദിമ, മുഖദ്ദിമ എന്ന കിതാബ് എഴുതിയത് ആരാണ്? നജീബ് മഹ്ഫൂദ് ഇബ്നു ഖൽദൂൻ ബൈറൂനി, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ അല്ലേ, ഇതാണ് ഉത്തരം. മൻ ഇഖ്തറഅൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് മാർക്കോണി ആണോ, ഇബ്നു സീനി ആണോ, ചാൾസ് ബാബേജ് ആണോ? ചാൾസ് ബാബേജ് ആണ് ഉത്തരം അല്ലേ. ഇത് കഴിഞ്ഞ യൂണിറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ യൂണിറ്റിലെ ചോദ്യമാണ് അല്ലേ. അടുത്ത് നുജീബ് ഹസബൽ ഇർഷാദ, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം കൊടുക്കുക. ജറത്ത് മുബാറാത്ത് കൂറത്തുൽ ഖദം ഫിൽ മദ്രസ, സ്കൂളിൽ ഫുട്ബോൾ മത്സരം നടന്നു. അബ്ദുള്ള ഹുവ ഖായിദ് ഫരീഖു സഫി സാദിസ്, 6ാം ക്ലാസിന്റെ ക്യാപ്റ്റൻ അബ്ദുള്ളയാണ്. അസ്റാ ബിൽ ഖുറത്തി ഇലൽ മർമ, അവന് ഗോൾ പോസ്റ്റിലേക്ക് പന്തുമായി പാഞ്ഞു. വസജ്ജല ഹദഫൻ സായറ, ഒരു കിടിലൻ ഗോൾ അടിച്ചു. തമവജൽ മുഷാഹിദൂൻ, കാഴ്ചക്കാർ ആർപ്പ് വിളിച്ചു. ബി സഫാറത്തി ഹക്കമിൽ മുബാറ, ഇത് റഫറിയുടെ വിസിൽ കേട്ടത് അല്ലേ. അപ്പൊ എന്താണ്? യഖ്താറ മിനൻ നസ്സി ജുമലൻ ഫേലിയ, ഇതിലെ ജുംല ഫേലിയകൾ എടുത്തെഴുതാനാണ്. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എന്താ കൊടുത്തിട്ടുള്ളത്? തമവജൽ മുഷാഹിദൂൻ, അത് ഇവിടെ നിന്ന് എടുത്തത്. അതുപോലെ വേറെ ഏതാ വരിക? ജറത് മുബാറാത്ത് ഖുറത്തുൽ ഖദം, ജറ എന്ന് പറഞ്ഞാൽ നടന്നു, അതൊരു ഫെയിലാണ് അല്ലേ. അടുത്തതോ അസ്റഅ ബിൽ ഖുറത്തി ഇലൽ മർമ, ഇതും ഒരു ഫെയിലാണ്. അപ്പൊ ഇത് 2ാമത്തെ സെന്റൻസ്, ഇത് 3ാമത്തെ സെന്റൻസ് അല്ല, ഇത് 1ാമത്തെ സെന്റൻസ്, ഇത് 2ാമത്തെ സെന്റൻസ്. ഇനി 3ാമത്തെ സെന്റൻസ് എന്താ എഴുതാം? വസജ്ജല ഹദഫൻ സാഹിറ, ഇത് 3ാമത്തെ കേട്ടോ. ഈ 3 സെന്റൻസ് ഇവിടെ ആയിട്ട് മക്കള് എഴുതണം. ഓട്ടെ, ശരിയല്ലേ. ഇനി അടുത്ത് നസിൽ ബൈനൽ അമൂദൈൻ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫരീഖ് എന്ന് പറഞ്ഞ ടീം, ഹദഫ് ഗോള്, സഫാറ വിസില്, മുബാറാത്ത് ഖുറത്തുൽ ഖദം ഫുട്ബോൾ മത്സരം അല്ലേ. മർമ ഗോള്, ഹക്കമുൽ മുബാറ എന്താണ്? റഫറി. മലഅബുൽ മദ്രസ സ്കൂൾ ഗ്രൗണ്ട്, ഖായിദ് ക്യാപ്റ്റൻ. അപ്പൊ എങ്ങനെയാ വരിക? ടീമിനാണ് ക്യാപ്റ്റൻ ഉണ്ടാവുക അല്ലേ. ഹദഫ് എവിടേക്ക് അടിക്കുക? ഗോളിലേക്ക് അടി, ഗോൾ പോസ്റ്റിലേക്ക്. സഫാറത്ത് ആരുടെ അടുത്ത് ഉണ്ടാവുക? ഹക്കമുൽ മുബാറ, റഫറിന്റെ അടുത്ത്. മുബാറാത്ത് ഖുറത്തുൽ ഖദം നടക്കണ എവിടെയാണ്? സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇങ്ങനെയാണത് മാച്ച് ചെയ്യേണ്ടത്. അടുത്തത് നുജീബ് ഹസബൽ ഇർഷാദ, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക. നുഇദ് മുഫക്കിറൻ യൗമിയ ബി തർത്തീബിൽ ജുമലി താലിയ, താഴെയുള്ള സെന്റൻസുകൾ ഓർഡറിലാക്കിയ നമ്മുടെ ഡയറി, ദിനചര്യ ഡയറിയായി. അദ്റുസു ദുറൂർ, പാഠം പഠിക്കും. അത്തനാവുൽ ഫുതൂർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അർജിവ മിനൽ മദ്രസത്തി മസാം, വൈകുന്നേരം മടങ്ങും. അത്തനാവുൽ അഷാ മഅൽ ഉസ്ര, കുടുംബത്തോടൊപ്പം രാത്രി ഡിന്നർ കഴിക്കും. അസ്തൈഖുദു മിനൻ നൗം മുബക്കിറൻ, രാവിലെ നേരത്തെ എണീക്കും. അദ്ഹബു ഇലൽ മദ്രസ, സ്കൂളിൽ പോകും. അത്തനാവുൽ ഖദാ ഫി ഹുസ്റത്തിൽ ഖദാ,
ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിന് ഫുഡ് കഴിക്കും. അൽഅവ് മാൽ അസ്തിക്ക, കൂട്ടുകാരോടൊപ്പം കളിക്കും. അനാമു മുബക്കിറ, നേരത്തെ എണീക്കും. ഇത് ഓർഡറിലല്ല. എങ്ങനെ ഓർഡറിലാക്കുക? ഇതാണ് ഒന്നാമത് അല്ലേ. രാവിലെ നേരത്തെ എണീക്കും. നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? രാവിലത്തെ ഫുഡ് കഴിക്കും അല്ലേ. 2 അത്തനാവുൽ ഫുത്തൂർ. എന്നിട്ടോ 3 സ്കൂളിൽ പോകും. അസ്ഹബു ഇലൽ മദ്രസ. 4 സ്കൂളിൽ പോയിട്ട് അദുറുസു ദുറൂസ്, പാഠങ്ങൾ പഠിക്കും അല്ലേ. പാഠങ്ങൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും അല്ലേ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. അപ്പോൾ അത് ഏതാ വരിക? 5 അല്ലേ. 6 ഫുഡ് കഴിച്ചതിന് ശേഷം സ്കൂളിലേക്ക് അർജീവ് മടങ്ങും അല്ലേ. 6 എന്നിട്ടോ കളിക്കും കൂട്ടുകാരോടൊപ്പം. 7 എന്നിട്ടോ അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം 8, അവസാനത്തെ 9 നേരത്തെ കിടന്നുറങ്ങും. അപ്പം ഈ ഓർഡറിൽ എഴുതിയിട്ട് ഇതുപോലെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അത് ഓർഡറിൽ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നഖ്താർ സഹീഹ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ള ശരിയായ എടുത്ത് എഴുതുക. തുദാവിമുൽ ബിന്തു, പെൺകുട്ടി എന്താണ് പതിവാക്കി. ഷുർബുൽ മായി കസീരൻ, ധാരാളം വെള്ളം കുടിക്കുന്നത് പതിവാക്കി. തുദാവിമയുടെ കൂടെ ഏതാ വരിക? അലയാണ് വരിക. തുദാവിമു അല എന്നാ പറയാം. യഷോറുൽ വാലിദ്, കുട്ടിക്ക് തോന്നിയ സുറൂർ, സന്തോഷം. ഷാറയുടെ കൂടെ ബി ആണ് വരിക അല്ലേ. നമ്മൾ പഠിച്ചതാണ്, ഇന്നലെ ക്ലാസ് എടുത്ത സാറ് പറഞ്ഞതാണ്. ഇനി അടുത്തത് നുജീബ് ഹസബൽ ഇർഷാദാത്ത്, നക്റഉൽ ഫിക്ര വനുഉദ്ദു മുഫക്കിറ യൗമിയ മഅ തബ്ദീലാത്തിൽ ലാസിമ. ഇവിടെ എന്താണ്, പാരഗ്രാഫ് വായിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് എന്താണ് മുഫക്കിറ, ഡയറി നോട്ട് ഉണ്ടാക്കാനാണ്. മഹ്മൂദ് മുസാരിഉൻ യസ്തൈഖുദു ഫി സാഅത്തി റ, മഹ്മൂദ് രാവിലെ നേരത്തെ എണീക്കും, 4 മണിക്ക് എല്ലാ ദിവസവും. വയുതഇമുൽ ബഖറാത്ത്, പശുക്കളെ തീറ്റും. വയുനല്ലിഫുൽ ഹളീറ, തൊഴുത്ത് കഴുകും. സുമ്മ യദ്ഹബു ഇലാ മസ്റത്തെ, പിന്നെ എവിടേക്ക് പോവും? തോട്ടത്തേക്ക് പോകും. വയഅമലു ഫീഹ, അവിടെ ജോലി ചെയ്യും. വയർജിഉ ഇലാ ബൈതി, വീട്ടിലേക്ക് മടങ്ങും. മസാഅൻ, വൈകിട്ട്. വയഈഷു മഅ ഉസ്റതിഹി ഈഷതൻ സയ്യാമൻ, കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ഹാപ്പിയായി താമസിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഈ യസ്തൈഖുദു ഇവിടെ എത്തിയപ്പോൾ എന്തായി? അസ്തൈഖുദു എന്നായി. അങ്ങനെയാണെങ്കിൽ യുതഇമു എന്താക്കി എഴുതണം? യുതഇമു ഉത്ഇമു എന്ന് എഴുതണം അല്ലേ. ഞാൻ, ഇത് നിങ്ങളുടെ ഒരു ഡയറി നോട്ടാക്കി മാറ്റാനാണ്. അപ്പൊ ഈ സെന്റൻസ് ഒക്കെ ഇവിടെ വരണം കേട്ടോ. അതിന് പുറമെ ഇത് ഈ യുതഇമു മാറ്റി ഉത്ഇമു എന്നാക്കുമാണ്. യുനല്ലിഫു എന്താകും? ഉനല്ലിഫു എന്നാകും അല്ലേ. പിന്നെ യദ്ഹബു എന്താകും? യദ്ഹബു എന്താക്കി മാറ്റണം? അദ്ഹബു അല്ലേ. യഅമലു എന്താക്കി മാറ്റണം? അഅമലു. യർജിഉ എന്താക്കി മാറ്റണം? അർജിഉ. യഈഷു എന്താക്കി മാറ്റണം? അഈഷു. അപ്പൊ ഈ സെന്റൻസ് മാറ്റം വരുത്തിയിട്ട് ഈ വാചകങ്ങൾ മാത്രം മാറ്റിയിട്ട് ഈ പാരഗ്രാഫ് ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കണം. അങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തത് നുക്മിലുൽ ജുംല ബിൽ കലിമത്തിൽ മുനാസബ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ ശരിയായ വാചകം വെക്കാം. യാ ഔലാദ്, കുട്ടികളെ. മാതാ, എന്ത്. ഫിസ്സബാഹ്, രാവിലെ. അപ്പൊ കുട്ടികളെ കുറേ പേരുണ്ട്. എന്താണ് കഴിച്ചതെന്നാണ്? അക്കൽത്തയാണോ അക്കൽത്തുമാണോ അക്കൽത്തു എന്നാണോ? കുറേ പേരുള്ളതുകൊണ്ട് അക്കൽത്തും. യാ മുഹമ്മദ്, മുഹമ്മദേ. മാതാ, എന്താണ്. ഫിദ്ദഫ്തർ, നോട്ടിൽ ഒരാളെ ഉള്ളു അല്ലെ. മുഹമ്മദ്, നീ എഴുതുന്നതാണ്. അക്തുബു, ഞാൻ എഴുതും. കതബ്തു, നിങ്ങൾ എഴുതും. കതബ്ത, നീ എഴുതി. ഒരാളല്ലേ ഉള്ളൂ. കതബ്തയാണ് ശരി. ഓക്കെ. ഇനി 4ാമത്തെ പ്രവർത്തനം നുജീബ് ഹസബൽ ഇർഷാദ. ഷാറക്ക ആയിഷ ഫി സിബാക്കിൽ ജരി, ആയിഷ എന്തിൽ മത്സരിച്ചു? ഓട്ട മത്സരത്തിൽ. ഹസലത്ത് അലൽ വിസാമി ദഹബി, സ്വർണ്ണ മെഡൽ കിട്ടി. ഫജറത് മുഖാബലത്തും ബൈനഹവ ബൈന മുറാസിലത്തിൽ ഖനാത്ത്. അപ്പോൾ ആയിഷയും ചാനൽ റിപ്പോർട്ടറും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ദുംതി അല ഖൈർ, നീ എനിക്കെന്ന് നന്മയുണ്ടാക്കട്ടെ. അജ്മലു തഹാനി വ തബ്രീകാത്ത്, ആശംസകൾ. മാ സിർറു ഹാദൽ ഫൗസ്, എന്താണ് വിജയത്തിന്റെ രഹസ്യം? ഇത്രയാണ് അതിലുള്ളത്. അപ്പൊ അസ്സലാമു അലൈക്കും പറഞ്ഞു മുറാസിൽ ഖനാത്ത് അല്ലെ. അപ്പോൾ ആയിഷ എന്ത് പറയണം? വഅലൈക്കും അസ്സലാം അല്ലേ. വഅലൈക്കും സലാം. മുറാസിൽ ഖനാത്ത് എന്തോ ചോദിച്ചു. അപ്പൊ ആയിഷ ശുക്രൻ മർഹബൻ ബിക്കും, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആശംസ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അജ്മലു തഹാനി, അതിവിടെ എഴുതണം. മാതാ തഷുരീന ബിഹാദൽ ഫൗസ്,
എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ വിജയത്തിൽ എന്ത് തോന്നുന്നു ചോദിച്ചു. അപ്പോൾ ആയിഷ പറയും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്താണ് അന മസ്റൂർ എന്നും കൂടി പറയാം അല്ലേ. എനിക്ക് ഹാപ്പിയാണ്. അന മസ്റൂറുൻ എന്ന് പറയാം. മുറാസിഖനകത്ത് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഉദാവിമു അലൽ മുമാറസത്ത് റിയാദിയാൽ ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് വിജയ രഹസ്യം എന്നാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. മുംതാസ് നല്ലത്, നിനക്കൊന്ന് നന്മയുണ്ടാവട്ടെ. ഈ വാചകം നിങ്ങൾ ഇവിടെ എഴുതും. ഓക്കെ, ഇത്ര എഴുതിയാൽ നമ്മുടെ എന്തായി ഹിവാർ പൂർത്തിയായി. ഇനി അടുത്ത് നഖറവ് തസ്രീഹാദ താലിയ അനിൽ ആദാത്ത് സിഹിയ. നമ്മുടെ ദിനചര്യകളുടെ കുറച്ച് എന്താണ് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. വനഫ്താൽ മജ്മൂഅത്തുൽ ഇജാബ സഹിയ, അതിൽ ശരിയായ എന്താണ് ഗ്രൂപ്പ് ശരിയാക്കി എഴുതുക എന്നാണ്. യതനാവലു ആയിഷ വജബാത്ത് സരി. ആയിഷ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ഫുഡ് കഴിക്കണം. ശരിയാണോ? തെറ്റ്. തഴുത്തനി ആയിഷ ബിൽ ആദാബി സിഹി. ആയിഷ എന്താണ് ആരോഗ്യശീലങ്ങൾ ശ്രദ്ധിക്കുന്നു. ശരിയാണ് അല്ലേ. തവക്കുൽ ആയിഷ അൽ ഖദാ അൽ മുതവാസിൻ. ആയിഷ ബാലൻസ് ചെയ്ത് ഫുഡ് കഴിക്കുന്നു. അത് ശരിയാണ്. തനാമു ആയിഷ മുത്തഖറ. ആയിഷ നേരെ വൈകിട്ട് കിടന്നു. തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരി ഏതാണ്? എന്താണ് 2ഉം 3ഉം. ഏതാ 2ഉം 3ഉം? അസാനിയത്തു വസാലിസത്തു. ഇതാണ് നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് 5-മത്തെ നുജീബ് ഹസബൽ ഇർഷാദാത്ത്. ഉദാഹരണത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് നെഖ്റവുൽ ബയാൻ വനുഇദ് മിസ്ലഹു. ഇവിടെ സിംഹത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. അൽ അസദു മലിക്കുൽ ഗാബ. അസദ് കാട്ടിലെ രാജാവാണ്. ഹുവ ഹയവാൻ മുഫ്തരിസ്. അതെന്താണ്? അതൊരു വേട്ടമൃഗമാണ് അല്ലേ. ലഹു ലിബിദത്തുൻ കസീഫ. അതിന് നല്ല താടിയുണ്ട്. യുദ്ലഖു സഈറൻ ആലിയ. അത് നല്ല ഒച്ചയിൽ സൗണ്ട് ഉണ്ടാക്കും, അലറും അല്ലേ. യഈഷു ഫിൽ ഗാബാത്ത്. കാട്ടിൽ താമസിക്കുന്നു. വയക്കുലു ലുഹൂം. എന്ത് ചെയ്യും? ഇറച്ചി തിന്നണം. ഇവിടെ ഫീലിനെ കുറിച്ച് പറയണം. അൽ ഫീലു ഹയവാൻ അലീഫ്. ഫീലൊരു എന്താണ് ഒരു ഇണക്കമുള്ള മൃഗമാണ്. ലഹു ലിബിദത്തുൻ കസീഫ്. അതിനെന്ത് പറയാം? ലഹു ഖുർത്തൂമുൻ. ഇതിനെന്തുണ്ട്? ഖുർത്തൂമുൻ തൊവീൽ. നല്ല നീളമുള്ള എന്തുണ്ട്? ഖുർത്തൂമുണ്ട് അല്ലേ. പിന്നെയോ യഈഷു. അത് ഇതിനെ എഴുതാം. യഈഷു ഫിൽ ഗാബ എന്ന സെന്റൻസ് വീണ്ടും എഴുതാം. നമുക്ക് അത് കാട്ടിൽ താമസിക്കുന്നു എന്ന് എഴുതാം. യഈഷു ഫിൽ ഗാബ, കാട്ടിൽ താമസിക്കുന്നു. വയഅകുൽ. എന്ത് തിന്നുന്നു? അത് തിന്നും. എന്ത് തിന്നും? അൽ മൗസ്. പഴം തിന്നും അല്ലേ. ആന പഴം തിന്നും. വേറെ എന്തെങ്കിലുമൊക്കെ തിന്നും അല്ലേ. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി അടുത്തത് നഖറഉൽ ലഗ്സ വനഖ്താറുൽ ജവാബ് സഹീഹ്. ഇവിടെ താഴെയുള്ള ഒരു കടങ്കഥ വായിച്ച് അതിൻ്റെ ഉത്തരം കൊടുക്കുക. അന സഗീർ ജിസ്മൻ. ഞാൻ ചെറിയൊരു പക്ഷിയാണ്. അഈഷു ബൈനൽ അഗ്സാൻ. കൊമ്പുകൾക്കടിയിൽ താമസിക്കും. വന്നി ബിലഹനിൽ ജദ്ദാബ്. ഞാൻ നന്നായി പാട്ട് പാടും. മന്നാന. ഞാൻ ആരാണ്? കോഴിയാണോ? താറാവാണോ? കുയിലാണോ? ഏതാണ്? ബുൽബുൽ ആണ് അല്ലേ, കുയിൽ. ഇനി നുജീബ് നുക്കുമലുൽ ബയാബി മുസാഅത്ത് സുവർ. ഇവിടെ ചിത്രത്തിനനുസരിച്ചിട്ട് ഉത്തരം കൊടുക്കാൻ. കാനത്ത് ഹുനാക്ക ഗാബ. അവിടെ ഒരു കാടുണ്ടായിരുന്നു. ഫിൽ ഗാബത്ത് തുയൂറു മുതനവ്വിയ. കാട്ടിൽ നിറയെ എന്തുണ്ട്? മൃഗങ്ങളുണ്ട്. യർക്കുസു താവൂസ്. താവൂസ് ഡാൻസ് ചെയ്യും. ഫിൽ വാദി, മലനിരകളിൽ. ഇനി എന്താ ഇവിടെ? ഇനി ഇവിടെ നോക്ക് ചിത്രം. ഇവിടെ ഒരു പ്രാവ് ഭക്ഷണം കൊടുക്കുന്നു അല്ലേ. അപ്പോൾ തുത്ത് അഴിമു എന്ത് കൊടുക്കണം? തുത്ത് അഴിമു. തുത്ത് അഴിമുൽ ഹമാമത്തു. പ്രാവ് ഭക്ഷണം കൊടുത്തു. അൽ അഫ്രാഖ. ആർക്ക്? കുഞ്ഞുങ്ങൾക്ക് അല്ലേ. പിന്നെ ഇവിടെ സക്കർ അല്ലേ. സക്കറും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വിസ്പൂറും ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? തതീറു അല്ലേ. തതീറു അസ്സഖർ. പരുന്ത് പറക്കുന്നു. വൽ ഉസ്ഫൂർ. കിളിയും പറക്കുന്നു അല്ലേ. പിന്നെയോ ഇവിടെ പാട്ട് പാടുന്നു അല്ലേ. അപ്പൊ തുൻഷിദു എന്ന് കൊടുക്കണം ഇവിടെ. തുൻഷിദു അല്ല, യുൻഷിദു
യുൻഷിദു അൽ ബുൽബുൽ. ബുൽബുൽ പാട്ട് പാടും. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ആ പാരഗ്രാഫ് മക്കൾ പൂർത്തിയാക്കും. ഓക്കെ. ഇനി അടുത്തത് നഖ്താറുൽ ജവാബ് സഹീഹ് മിനൽ ഖൗസി. താഴെയുള്ളത് ശരിയായ ഉത്തരം എഴുതുക. അന ഹയവാനും ദാജ്. ഞാനൊരു വളർത്തുമൃഗമാണ്. അത്തനാവൽ ഉഷ്ബ. ഞാൻ എന്ത് ചെയ്യും? പുല്ല് കഴിക്കും. കൊഴുത്തിൽ ഹലീം. ഞാൻ പാല് കൊടുക്കും. മൻ അന. ഞാൻ ആരാണ്? കൽബാണോ ദീക്കാണോ ബക്കറത്താണോ? ബക്കറത്ത് അല്ലേ? പാല് കൊടുക്കുന്നത് ബക്കറത്താണ്. ഇനി ആറാമത്തെ നുജീബ് ഹസബൽ ഇർഷാദാത്ത്. നഖ്റവ് തർജമത്തുൽ ഹയാത്ത് വനുഇദ്ദുൽ ബയാനാത്ത് ഷഖ്സിയ്യ. ഇവിടെ ബയാനാത്ത് ഷഖ്സിയ്യ പൂർത്തിയാക്കാനാണ്. ഹുവ ഖലീൽ ബിൻ അബ്ദു ബിൻ യൂസുഫ് മെത്രാൻ. ഒരു ഖലീൽ മെത്രാൻ എന്ന ആളെ കുറിച്ചിട്ടുള്ളതാണ്. ഉലിദ ഫി ലബനാൻ. ലബനാനിൽ ജനിച്ചു 1872. ഹുവ ഷാഇറുൻ മഷ്ഹൂറിൻ. അദ്ദേഹം ഒരു കവിയാണ്. വിലക്കോ ബി ഷായറുൽ ഖത്രൈൻ. ഷായറുൽ ഖത്രൈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലി അന്നഹു ആഷ ഫി ലബനാൻ വ മിസർ. കാരണം അദ്ദേഹം ലബനാനിലും മിസറിലും താമസിച്ചിട്ടുണ്ട്. മിൻ അഷ്ഹർ മുഅല്ലഫാതി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് ദീവാനുൽ ഖലീൽ. പുസ്തകത്തിൻ്റെ പേരാണ്. തൂഫിയ മെത്രാൻ മരിച്ചു ഫി മദീനത്തി കാഹിറ. കൈറോയിൽ 1949 മരിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ എന്താ എഴുതേണ്ടത്? ഖലീൽ ബിൻ അബ്ദു ബിൻ യൂസുഫ് മെത്രാൻ. 1 കേട്ടോ. ഈ 1 ഇസ്മുൽ വാലിദ് കൊടുത്തിട്ടുണ്ട്. ആമുൽ മീലാദ്. ജനിച്ച വർഷം 1872. ഇത് 2. അല്ല 2 ഇതില്ല കേട്ടോ. ഇനി 3 മെക്കാനുൽ മീലാദ്. ജനിച്ച സ്ഥലം എവിടെയാണ്? ലബനാൻ അല്ലേ? ഇതാണ് 3. ലക്ക വിളിപ്പേരെന്താണ്? ഷായറുൽ ഖത്രൈൻ. ഇതാണ് 4. മുഅല്ലഫാത്ത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതാണ്? ദീവാനു അൽ ഖലീൽ. 4, 5. ഇത് 5. ആമുൽ വഫാത്ത്. മരിച്ച വർഷം എത്രയാണ്? 1949. 6. ഓക്കെ. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കൊടുക്കുന്നത്. ഇനി അടുത്തത് നഖ്താൽ കലിമത്ത് സഹിഹ മിനൽ ഖൗസൈൻ. ബ്രാക്കറ്റിന് ശരിയായി നടത്തുക. യഈസു സമക്കു. മീൻ താമസിക്കുന്നു. അൽമ വെള്ളത്തിൽ. ഇൽ എന്ന് പറയാൻ ഫീ ആണോ അലയാണോ വിലയാണോ? ഫീ ആണ് അല്ലേ? റജഅൽ മുസാരിഉ. കൃഷിക്കാരൻ മടങ്ങി. മീൻ എവിടെ നിന്ന്? അൽ മസ്റഅത്തു അൽ മസ്റഅത്തി അൽ മസ്റഅത്ത്. മീൻ വന്നു കഴിഞ്ഞാൽ അൽ മസ്റഅത്തി എന്ന് തന്നെ പറയണം അല്ലേ? കസറിട്ട് പറയണം, ജർ കൊടുത്തിട്ട്. ഹബുലിൻ ജംഉഹു. ഹബിലിന്റെ ജം എന്താണ്? അല്ല, ജബലുൻ ജംഉഹു ജിബാൽ. ബിഹാറുൻ മുഫ്രദ്. ബിഹാറിന്റെ മുഫ്രദ് എന്താണ്? ബഹറുൻ. ഓക്കെ. ഇത്രയാണ് നമ്മുടെ 6ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് മക്കളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.